വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് മാസങ്ങളേറെ പിന്നിടുമ്പോഴും അവിടുത്തെ ജനതയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് യാതൊരു ഉത്കണ്ഠയും ഇല്ലാത്ത മട്ടാണ്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. കേന്ദ്ര വായ്പാ വിനിയോഗം സംബന്ധിച്ച് വ്യക്തത വരുത്തി സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിലായിരുന്നു വിമർശനം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുത്, കാര്യങ്ങൾ നിസ്സാരമായി എടുക്കരുതെന്നും ഡൽഹിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ കേരള ഹൈക്കോടതിക്ക് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ അടുത്ത വിമാനത്തിൽ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും S ഈശ്വരനും ഉൾപ്പെട്ട ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. വായ്പാ വിനിയോഗ തീയതി ഡിസംബർ 31 മാറ്റിയ തീരുമാനം എപ്പോഴാണ് എടുത്തത്, അത് എന്നാണ് അറിയിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദീകരണം തേടിയ ശേഷമായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതിക്ക് വേറെ ഒന്നും ചെയ്യാനാകില്ല എന്നും കരുതരുത്. ഡിസംബർ 31 പോലും ജോലികൾ തീരണമെന്നില്ല. അങ്ങനെയല്ലെങ്കിൽ മറ്റ് അജണ്ടകളുണ്ടെന്ന് കരുതേണ്ടി വരുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ കർശനമായും സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. കേന്ദ്രം സമയം നീട്ടി ചോദിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. അതിനിടെ ഉരുൾപൊട്ടൽ പുനരധിവാസം ഒച്ചിഴയുന്ന വേഗത്തിൽ പോകുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ അതൃപ്തി അറിയിച്ചതിന്റെ വാർത്തകളും പുറത്തു വന്നു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട്, എന്നാൽ അതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അടയിരിക്കുന്നു. മറ്റൊരു കൂട്ടർ ഇനി ചികിത്സ നൽകുന്നത് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് ഫയലിൽ രേഖപ്പെടുത്തി. ഇതിനു പുറമെയാണ് 300 രൂപയുടെ ദിനഭത്യയുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ നിന്നും വിരുദ്ധ നിലപാടെടുത്തത്. 2188 പേർക്കാണ് ഇപ്പോൾ 300 രൂപ പ്രതിദിന ഭത്ത നൽകുന്നത്. അത് 1/3 പേർക്കായി പരിമിതപ്പെടുത്താനായിരുന്നു ഉദ്യോഗസ്ഥ നീക്കം. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കുൾപ്പെടെ ഭത്ത കൊടുക്കേണ്ട എന്ന് ഉദ്യോഗസ്ഥർ ഫയലിൽ എഴുതി. ഈ രണ്ടു കാര്യങ്ങളിലും ഉദ്യോഗസ്ഥ നിലപാട് തള്ളിയാണ് മുഖ്യമന്ത്രി അനുകൂല തീരുമാനമെടുത്തത്. വയനാടിനൊപ്പം ദുരന്തമുണ്ടായ വിലങ്ങാട് ഉരുൾപൊട്ടലിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇഴയുന്നതിൽ മുഖ്യമന്ത്രിയുടെ അതൃപ്തി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം കത്തിലൂടെ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനെ അറിയിച്ചതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പുനരധിവാസം സംബന്ധിച്ച NIT പഠന സംഘത്തിന്റെ റിപ്പോർട്ട് 7 മാസം കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിലും മുഖ്യമന്ത്രി അതൃപ്തി അറിയിക്കുകയായിരുന്നു. മഴക്കാലം വരുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പ് തകർന്ന പാലങ്ങളും റോഡുകളും പുനരുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തുടങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ഉദ്യോഗസ്ഥരെ മാത്രം പഴിച്ചതുകൊണ്ട് വയനാട് പുനരധിവാസം നടക്കാത്തതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ ആണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാരിന് കോടികളാണ് വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. അതോടൊപ്പം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കടുത്ത സമ്മർദ്ദവും പ്രതിഷേധവും ഉണ്ടായപ്പോഴാണ് 520 കോടി രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വയനാട് പുനരധിവാസം വൈകുന്നത് സംബന്ധിച്ച വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ചെയ്യേണ്ട നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. പരിക്കേറ്റവർ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി ചികിത്സിക്കേണ്ട അവസ്ഥയിലാണ്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് പോലും ചികിത്സാ സഹായം നൽകുന്നില്ല. കഴിഞ്ഞ മാസം 22 മാത്രമാണ് ചികിത്സ നൽകുന്നത് സംബന്ധിച്ച ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്തയച്ചത്. സമരങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ 7 മാസവും ദുരന്തത്തിൽ പരിക്കേറ്റവർ സ്വന്തം പണം ഉപയോഗിച്ചാണ് ചികിത്സ തേടിയത്. ഇത്രയും പേർക്ക് ദുരന്തമുണ്ടായിട്ടും ചികിത്സയ്ക്കുള്ള സൗകര്യം പോലും സർക്കാർ ചെയ്തു കൊടുത്തില്ലെന്നത് ഗുരുതര തെറ്റാണ്. പ്രായമായ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പോലും സർക്കാർ ഒന്നും ചെയ്തില്ല. മരുന്ന് വാങ്ങാനുള്ള പണം പോലും നൽകിയില്ല. എല്ലാ ദിവസവും നൽകിയിരുന്ന 300 രൂപ 3 മാസം കഴിഞ്ഞപ്പോൾ നിർത്തി. ഇപ്പോൾ കൊടുക്കുമെന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിലും അവർക്കും നൽകുന്നില്ല. പുനരധിവാസം അനിശ്ചിതമായി വൈകുകയാണ്. മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യത്തിലാണ് സാങ്കേതികമായ പ്രശ്നങ്ങൾ പറയുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്നവർ ജീവിക്കുവാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. സർക്കാർ അതിനെ പരിഗണിക്കുന്നു പോലുമില്ല. ഓരോ കുടുംബത്തിലും ഓരോ സ്ഥിതിയാണ്. അതുകൊണ്ടാണ് മൈക്രോ ഫാമിലി പാക്കേജ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. കുടുംബശ്രീ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് ഉണ്ടാക്കിയെങ്കിലും സർക്കാർ പണം നൽകിയില്ല. 8 മാസമായിട്ടും പാക്കേജ് കടലാസിൽ ഉറങ്ങുകയാണ്. വായ്പകളുടെ തിരിച്ചടവിൽ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ തന്നെ പകരം സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. UDF നേതൃത്വത്തിലുള്ള കാർഷിക സഹകരണ ബാങ്ക് 1 കോടിയോളം വരുന്ന വായ്പ എഴുതിത്തള്ളാൻ സർക്കാരിനോട് അനുമതി ചോദിച്ചിട്ടും ഇതുവരെ നൽകിയിട്ടില്ല. ബാങ്കുകളിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്.
നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു നൽകാനുള്ള സംവിധാനവും മന്ദഗതിയിലാണ്. കർണാടകയിൽ ലോറിയുമായി അർജുനെ കാണാതായപ്പോൾ 73 ദിവസമാണ് തെരച്ചിൽ നടത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ ഈ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. അന്ന് നമ്മുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കർണാടക സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ കാലാവസ്ഥ അനുകൂലമായപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കുകയും അവർ അർജുനെ കണ്ടെത്തുകയും ചെയ്തു. ഇവിടെ വയനാട് 33 പേരെ കാണാതായെന്ന് പ്രഖ്യാപിച്ചിട്ടും മരണ സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെ നൽകിയിട്ടില്ല.